ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഉപകരണമാണ് ബീറ്റർ. ഇത് ഫിലിപ്സിൻ്റെ ഒരു 300 വാട്ട്സിൻ്റെ എഗ്ഗ് ബീറ്ററാണ്. അപ്പോൾ ഇതിന് പൊതുവെ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണ്, അതിൻ്റെ കാരണങ്ങളുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഈ 2 ഹുക്ക് വർക്ക് ചെയ്യാത്ത, മോട്ടർ വർക്കിങ് ഓക്കെയാണ്, പക്ഷേ ഹുക്ക് ഇടുമ്പോൾ ആ ഹുക്ക് വർക്ക് ചെയ്യുന്നില്ല, കറങ്ങുന്നില്ല. പക്ഷേ മോട്ടറൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഹുക്കുകൾ ഇട്ടുകാണ്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ 2 ഹുക്കുകൾ ഇത് നമുക്ക് ഘടിപ്പിക്കാം. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, മോട്ടർ ഓക്കെയാണ്, മോട്ടർ റെഡിയാണ്, പക്ഷേ ഈ 2 ഹുക്കുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് പൊതുവേ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണ്. നമുക്ക് ഓഫ് ചെയ്യാം. ഈ 2 ഹുക്ക് കഴിഞ്ഞ ശേഷം അയച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കിത് അയച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വരാനുള്ള കാരണം, കംപ്ലൈൻ്റ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത്. നമ്മളെ യൂസിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് പൊതുവെ. അപ്പോൾ ഇതിൻ്റെ സ്പെയറുകൾ നമ്മൾ അന്വേഷിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടില്ല, പാർട്സുകളൊന്നും. അപ്പോൾ നമ്മത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രധാന ഭാഗങ്ങൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ മോട്ടർ, ആർമേച്ചറും കോയിലടക്കമുള്ള ഒരു മോട്ടർ. ഈ മോട്ടർ ഓക്കെയാണ്, വർക്കിങ് ഓക്കെയാണ്. പിന്നെയുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഈ വീല്, ഈ കാണുന്ന വീലാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ത്രെഡുകൾ പോയതാണ് കാരണം. കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുക, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ വീല് പോയതാണ്. നമ്മൾ ഹുക്ക് ഇടുമ്പോൾ കറങ്ങാത്ത പ്രശ്നം കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പല്ലുകളൊക്കെ പോയി ആകെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീല് നമുക്ക് മാർക്കറ്റിലൊന്നും വാങ്ങാൻ കിട്ടണില്ല, നമ്മൾ അന്വേഷിച്ചതോളം കിട്ടിയിട്ടില്ല. പക്ഷെ മോട്ടറൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് കംപ്ലൈൻറ്റ് വരുന്ന കാരണം, ഇത് ഈ മോട്ടർ ചില വാട്ട്സ് കുറഞ്ഞതായിരിക്കും. 300 വാട്ട്സ് 250 വാട്ട്സിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പത്തിരി മാവ്, അതുപോലെ ചപ്പാത്തി മാവൊക്കെ ചില വീട്ടമ്മമാർ ഇതുകൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് റെസ്റ്റ് കൊടുക്കാതെ ഈ മോട്ടർ കറങ്ങിക്കൊണ്ടേ നിൽക്കുമ്പോൾ ഇതിൻ്റെ സാഫ്റ്റ് ഈ ഉള്ളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഈ ആർമേച്ചർ വഴിയാണ് ഈ സാഫ്റ്റ് പോകുന്നത്. ഈ ആർമേച്ചറും സാഫ്റ്റും ഒരുപോലെയാണ്. അപ്പോൾ ഇത് ചൂടാവും, സ്വാഭാവികമായിട്ടും മോട്ടർ ചൂടാവുമ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ്. അപ്പോൾ ഈ സാഫ്റ്റും ചൂടാവും. അപ്പോൾ ഈ വീല് തേയ്മാനം സംഭവിക്കും, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൂടാവുമ്പോൾ എങ്ങനെയാണ് തേയ്മാനം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. തുടരെ ഓണാക്കി ഇട്ടാൽ മോട്ടർ നല്ലോണം ചൂടാവും. അതുപോലെ വാട്ട്സ് കുറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂസിങ് മാത്രം ചെയ്യാം. കേക്ക്, അതുപോലെ എഗ്ഗ് മുട്ടടിക്കാനൊക്കെ ഉപയോഗിക്കുക. നമ്മളെ മാവുകളൊക്കെ കഴിയുന്നതും ഇത് ഉപയോഗിച്ച് യൂസ് ചെയ്യാതെ എടുക്കുന്നത് നല്ലത്. അതും റെസ്റ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി ഓണാക്കി അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു കംപ്ലൈൻറ്റ്, ഈ വീല് പോകുന്നത് കാരണം ഇത് മോട്ടർ ചൂടായിട്ടാണ്. മോട്ടർ ചൂടാവുന്നത് കൂടി ഈ പ്ലാസ്റ്റിക് ഉരുകുന്നതാണ് അതിൻ്റെ ത്രെഡ് പോകാനുള്ള കാരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലോഡും, നമ്മൾ ഉപയോഗിക്കുന്ന ലോഡുകൾ എന്ന് പറഞ്ഞാൽ മാവുകൾ, അല്ല കട്ടിയുള്ള മാവുകളൊക്കെ ആക്കുമ്പോഴും, കാരണം ഈ ഹുക്ക് കുടുങ്ങി കിടക്കുമ്പോൾ ഈ ത്രെഡ് മൈനസാവും, തേയ്മാനം വരാനും അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ ഇതേ കംപ്ലൈൻറ്റ് തന്നെയാണ്, ഇതേ സെയിം കംപ്ലൈൻറ്റ് ഉള്ളതാണ്. മോട്ടറൊക്കെ വർക്കിംഗ് ആണ്.
അപ്പോൾ ഇതിൻ്റെ സാധനം കിട്ടാത്ത പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയാൽ മാറ്റുന്ന രീതിയിലുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.